ഹലോ ഗൈസ്, വണക്കം, വന്ദനം. അപ്പോൾ നമ്മളിന്നൊരു മരുഭൂമി പോയൊരു കുട്ടി കഥ പറയാം. നമ്മൾ സൈറ്റ് ഇൻസ്പെക്ഷൻ്റെ പാട്ടായിട്ട് ഒരു ഏരിയയിൽ വന്നപ്പം സൈറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡെസേർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. ഇങ്ങനെ നീണ്ട് ഇവിടുന്ന് പരന്ന് കടൽ പോലെ കിടക്കുക സംഭവം. ഡെസേർട്ട് കിടക്കുക. ഇപ്പോഴത്തെ സൈഡിലാണ് ഇതാണ് കുറച്ച് ഉണക്ക പച്ചപ്പും അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഒട്ടങ്ങളൊക്കെ കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു. ഇൻസ്പെക്ഷനും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ചുമ്മാ ഈ ഏരിയയിലൊന്ന് നടക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്ന് തോന്നൽ. കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു ഏരിയയിലോട്ടൊക്കെ നമ്മളൊരു ഇൻസ്പെക്ഷനോ വർക്കിനൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഡെസേർട്ട് എന്താണ്, ഇടയ്ക്കൊക്കെ വന്ന് ഇതാണ് കാണുമ്പം ഭയങ്കര സുഖമുള്ള, കാണാൻ കുറച്ച് എസ്തെറ്റിക്കലി ഭംഗിയുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചൂടടിച്ച് നമ്മൾ കരിഞ്ഞു പോകും. ഈ ചൂട് ടൈമിലൊക്കെയാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ നമ്മളൊരു അൽഫാമായിട്ട് നിൽക്കാം. മസാലകൾക്ക് പകരം ഈ പൊടിമണ്ണ് കൊണ്ട് നമ്മളെ കവറപ്പ് ചെയ്യും. അമ്മാതിരി ഒരു ഏരിയ. പിന്നെ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഗൾഫിൽ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർക്കും കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ കടൽ എങ്ങനെ ഇരിക്കും, കടൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒരു വേറൊരു വെർഷനാണ് ഇത്. റാൻഡായിട്ട് വല്ലപ്പോഴും വന്ന് കാണുന്ന ആൾക്കാർക്കാണ്, ടൂറിസ്റ്റുകളായിട്ടൊക്കെ വന്ന് കാണുന്ന ആൾക്കാർക്ക്, നമ്മളെപ്പോലെ ഇവിടെ പണി ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കാളല, ഇത് ഇവിടെ നിന്ന് പൊരിഞ്ഞ് പോകാൻ പറ്റും. അമ്മാതിരി ഒരു ഏരിയ. പിന്നെ ഇങ്ങനത്തെ ഏരിയാസിൽ വരുമ്പോഴും അതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും വിഷയമില്ല, കാരണം അവർ ഇതുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. അവർ ഇതിലും സ്റ്റീപ്പായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഡൂൺസിൽ വണ്ടി ഓടിച്ച് കയറ്റുന്ന മലയാളി ചേട്ടന്മാരുണ്ട്. ഡെസേർട്ട് ഡ്രൈവും അതിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന ടൈമിൽ എപ്പോഴും വണ്ടി എപ്പോഴും കമ്പനി ഉണ്ടായെങ്കിൽ കമ്പനി IVMസും കാര്യങ്ങളൊക്കെ കാണും, വിഷയമൊന്നും കാണില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് വരാതിരിക്കുക, മാക്സിമം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ കൂടെ ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും വണ്ടിയിൽ സഫിഷ്യൻ്റ് അല്ല, മോർ ദാൻ സഫിഷ്യൻ്റ് വാട്ടർ, ആവശ്യത്തിലധികം വെള്ളം നമ്മൾ വണ്ടിയിൽ ഹോൾഡ് ചെയ്തിരിക്കണം. വെള്ളം ഭയങ്കര മെയിനാണ്. പിന്നെ ഇത് ഉണക്ക് സൺസ്ക്രീൻ ഭയങ്കര, നമ്മൾ ചുമ്മാ അങ്ങനെ വാരി തൂത്തിട്ട് കാര്യമില്ല, ഹെവി ആയിട്ട് തന്നെ ഇട്ടിട്ടേ കാര്യമുള്ളൂ. എങ്കിൽ തന്നെ നമ്മൾ കരിയും എന്തായാലും, എങ്കിലും മാക്സിമം അത് ഇടുക. പിന്നെ ഇങ്ങനത്തെ ഏരിയാസിലോട്ടൊക്കെ വരുമ്പോൾ മാക്സിമം നമ്മളോട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ഏരിയാസിനെ കുറിച്ചുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടുക. പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു രസമാണ്, വല്ലപ്പോഴേക്കും കാണുന്ന രസമാണ്. പിന്നെ എന്ത് കാഴ്ചയായാലും നമ്മൾ കണ്ണുകൊണ്ട് ക്യാപ്ചർ ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരു ഡിവൈസിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഏത് കാഴ്ചയായാലും, ഇപ്പോൾ നമ്മൾ ഈ മരുഭൂമി ആയാലും കടലായാലും കായലായാലും എവിടെ പോയാലും നമ്മൾ ഫസ്റ്റ് കണ്ണുകൊണ്ട് ക്യാപ്ചർ ചെയ്യുക. അതൊരിക്കലും ഒരു ഡിവൈസിലൂടെ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഏരിയാസിൽ ഇത് നമുക്ക് എന്തെങ്കിലും കാണാൻ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ വരികയാണെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ സെറ്റാക്കി വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ.